മക്കളെ നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 5 ടിപ്പാണ്. അതായത് PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന സ്ഥിര സാന്നിധ്യമായി വരുന്ന ചില ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ ഏറ്റവും ലളിതമായി ഏറ്റവും വേഗത്തിൽ ഒരു കുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ നിങ്ങളുടെ മുൻപിലേക്ക് വിളമ്പുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുക. അപ്പോൾ PSC എക്കണോമിക്സ് ടിപ്സിലെ ആദ്യത്തെ ക്ലാസ് ആണിത്. ഇത്തരത്തിലുള്ള പരീക്ഷണം GK ടോപ്പിക്സിൽ, അതായത് പ്രത്യേകിച്ച് ഈ എക്കണോമിക്സ് പോലുള്ള വിഷയത്തിൽ മറ്റാരും ചെയ്ത് അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ PSCയിൽ ഒരു പുതിയ അനുഭവമായിട്ട് ഈ ഒരു സീരീസ് മാറട്ടെ. എക്കണോമിക്സിലെ 5 മാർക്ക്, ഇപ്പോൾ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയാണെങ്കിലും അതിൻ്റെ മെയിൻസ് പരീക്ഷകളാണെങ്കിലും അവിടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇനി 4th ലെവൽ പരീക്ഷകളായിക്കോട്ടെ 10th ലെവൽ പരീക്ഷകളായിക്കോട്ടെ അവിടെയൊക്കെ എക്കണോമിക്സിൽ നിന്ന് 5 മാർക്ക് കുറഞ്ഞത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നൊക്കെ വളരെ വേഗത്തിൽ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുകയാണ്. കാരണം മുന്നോട്ട് ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ മറ്റ് GK ടോപ്പിക്സിൽ നിന്നും വരും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്കണോമിക്സിൻ്റെ ടോപ്പിക് ട്രിക്കിലേക്ക് പോകാം. അതിലാദ്യം ഞാൻ എടുത്തിരിക്കുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടിപ്സിൽ 4 ടിപ്സ് നമ്മൾ പഠിക്കുന്നത് നാഷണൽ ഇൻകത്തിൽ നിന്നായിരിക്കും. ഒരു ടിപ്പ് നമ്മൾ പഠിക്കുന്നത് GSTയിൽ നിന്നായിരിക്കും. അങ്ങനെയാണ് 5 ടിപ്സ് പഠിക്കുക. ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഞാനിത് പറഞ്ഞുതരാം. അതിലാദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഫാക്ടർ കോസ്റ്റിലെ NNBക്ക് തുല്യമാണ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ A ഓപ്ഷൻ വിപണി വിലയിൽ GNP മൈനസ് മൂല്യത്തകർച്ച, GNP ഘടക കോസ്റ്റ് മൈനസ് മൂല്യത്തകർച്ച, വിപണി വിലയിലെ GDP പ്ലസ് NFIA, ഫാക്ടർ കോസ്റ്റിലെ GDP പ്ലസ് NFIA. ഇതാണ് ചോദ്യമായിട്ട് വരിക. ഞാൻ ആദ്യം ഇതിൻ്റെയൊക്കെ മലയാളം എന്ന് പറഞ്ഞുതരാം. ഫാക്ടർ കോസ്റ്റിലെ NNB എന്ന് പറഞ്ഞാൽ NNB നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ്, അറ്റ ദേശീയ ഉൽപ്പന്നം. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് ഘടക ചിലവ്. എന്താണ്? ഘടക ചിലവ്. ഘടക ചിലവ് ഘടക ചിലവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഘടക ചിലവ് എന്ന് പറഞ്ഞാൽ അതായത് ഫാക്ടറിയിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്ര രൂപ ചിലവ് വരും, അത് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇവിടെ ടാക്സ് ഉൾപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആകെ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്. നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കുന്നതാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇവർക്ക് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഘടക ചിലവ് എന്ന് പറയുക. ഇതിൽ എന്തില്ല? ഇതിൽ ടാക്സ് ഉണ്ടാകില്ല. ഇനിയും NNB എന്ന് പറഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ അറ്റ ദേശീയ ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ തുല്യമായിട്ട് വരുന്ന ഇക്വേഷൻ ഏത് എന്നുള്ളതാണ്. ഇതിന് തുല്യമായിട്ട് വരുന്ന ഇക്വേഷൻ ഏത് എന്നുള്ളതാണ്. അവിടെ ഒന്നാമത്തെ ടിപ്പ് ഞാൻ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം മക്കളെ. ഒന്നാമത്തെ ടിപ്പ് ഇതാണ്. ഗ്രോസിൽ നിന്ന് ഇതങ്ങ് പഠിച്ചു വെച്ചോണേ മക്കളെ. ഞാൻ പറയുന്ന 5 ടിപ്പുകളിൽ 4ഉം നാഷണൽ ഇൻകമാണ്. ഇത് പഠിച്ചു വെച്ചോ. 1 മാർക്ക് ഇതിൽ നിന്ന് എവിടുന്ന് ക്വസ്റ്റ്യൻ ഇക്വേഷൻ വന്നാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ, അതായത് മൊത്തത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള മൂല്യത്തകർച്ച കുറച്ചാൽ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ അറ്റ എന്ന് പറയുന്ന ഫോമിലേക്ക് പോകും. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ അറ്റ. അപ്പൊ ഡിപ്രീസിയേഷന്റെ മലയാളമാണ് എന്ത്? മൂല്യത്തകർച്ച എന്ന് പറയുന്നത്. തകർച്ച. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നറിയണ്ടേ? ഇവൻ എന്നാടാ ഈ പറയുന്നത്? ശരിയാണോ പറയുന്നതെന്ന് അറിയണ്ടേ? വന്നേടാ മക്കളെ, ഇതാ നോക്കിക്കോ. ഫാക്ടർ കോസ്റ്റിലെ NNB കണ്ടുപിടിക്കണം. ആദ്യം കിടക്കുന്ന നോക്കി, വിപണി വിലയിലെ GNP. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് മൂല്യത്തകർച്ച എന്നാണ്. ഞാൻ പറഞ്ഞതിലോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എടാ, വിപണി വിലയിൽ GNPയിൽ നിന്ന് മൂല്യത്തകർച്ച കുറച്ചാൽ, എവിടെയാണ് മൂല്യത്തകർച്ച കുറയ്ക്കുമ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നതെന്നാ പഠിച്ചേ? ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നെറ്റ്. ഇവിടെ കിടക്കുന്ന ഗ്രോസ് ആണ്. ശരിയാണ്. ഗ്രോസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ അങ്ങ് കുറച്ചു. ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ എന്ത് കിട്ടി? ഈ ഗ്രോസ് G എന്ന് പറയുന്നത് മാറിയിട്ട് അവിടെ നെറ്റായി. ശരിയാണോ? NNB ആയിട്ട് അങ്ങ് മാറി. പക്ഷേ ഇവിടുത്തെ വിപണി വില മാറിയോ? ഇവിടെ ഫാക്ടർ കോസ്റ്റിലാണ് കിട്ടേണ്ടേ, പക്ഷേ ചോദ്യത്തിൽ എന്താ കിടക്കുന്നത്? വിപണി വിലയാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേടാ. ഞാൻ പറഞ്ഞ ഒരൊറ്റ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. 2 നോക്കിയടാ, GNP ഘടക കോസ്റ്റ് മൈനസ് മൂല്യത്തകർച്ച. ഇവിടെ GNP എന്ന് പറയുന്നതിനെ ഘടക കോസ്റ്റിലാണ് തന്നിരിക്കുന്നത്. മൂല്യത്തകർച്ച കുറയ്ക്കുമ്പോൾ എവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്? നമ്മുടെ ഗോൾഡൻ റൂളിൽ ഒന്നാമത്തെ റൂൾ പറയുന്നത് ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് കിട്ടും.
അപ്പൊ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആണ് കുറയുക. ഇവിടെ കിടക്കുന്ന നോക്കിയേ, ഗ്രോസ് അല്ലേ, ഗ്രോസ് അല്ലെങ്കിൽ മൊത്തമല്ലേ, മൊത്തത്തിൽ നിന്ന് മൂല്യത്തകർച്ച കുറച്ചപ്പോ എന്ത് കിട്ടി? നെറ്റ് കിട്ടി. അപ്പൊ NNP കിട്ടിയോ? NNP കിട്ടി. ഇവിടെ എന്താ കിടക്കുന്നേ? ഘടക കോസ്റ്റ് അല്ലേ, ഘടക കോസ്റ്റ് ആണ്. നമുക്ക് എന്താ വേണ്ടേ? NNP ഘടക കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ്. ഘടക കോസ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റിന്റെ മലയാളമാണ്. അപ്പൊ ഉത്തരം ഏത്? ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ അല്ലേ മക്കളെ? ഒരൊറ്റ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമ്മൾ കാണാതെ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് മുഴുവനും നമ്മൾ കാണാതെ പഠിക്കണം. നമ്മൾ എന്തോ ചെയ്യുന്നേ? നാഷണൽ ഇൻകത്തിലെ എല്ലാ ഇക്വേഷനുകളും അങ്ങ് കാണാതെ പഠിക്കും. അവസാന പരീക്ഷയ്ക്ക് പോയി വേറെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചോദിക്കും, നമ്മൾ വീഴും. ശരിയല്ലേ? അത് വേണ്ട. ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് ഇതിന്റെ ഉത്തരം ക്ലിയർ ചെയ്യാമായിരുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നേ? ശരിയാണല്ലോ? സെറ്റല്ലേ? ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് പഠിച്ചു. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ, മൊത്ത എന്നതിൽ നിന്ന് മൂല്യത്തകർച്ച കുറച്ചാൽ നെറ്റ് അല്ലെങ്കിൽ അറ്റ എന്നത് കിട്ടും. ശരിയല്ലേ? അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അടുത്ത ചോദ്യം ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നിന്ന് നമുക്കൊരു ടിപ്പ് പഠിക്കാനുണ്ട്. GDPയുടെ ഘടക ചെലവ് തന്നെയാണ് ചോദ്യം. ഇവിടെ GDP ആണ്. GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയാം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഇവിടെ ഞാൻ പറഞ്ഞു തരുന്ന ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോടാ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ ഫാക്ടർ കോസ്റ്റ് കിട്ടും. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ ഫാക്ടർ കോസ്റ്റ് കിട്ടും. എന്താ അർത്ഥമാക്കുന്നേ? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയ പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസിൽ എന്ത് കാണും? ഉറപ്പായിട്ടും ടാക്സ് കാണും. പഠിച്ചു വെച്ചോണേ, മാർക്കറ്റ് പ്രൈസിൽ ഉറപ്പായിട്ടും ടാക്സ് കാണും. പക്ഷെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പേയ്മെന്റ് ആണ്. അതിലെന്തുണ്ടാവണമെന്നില്ല? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ മാർക്കറ്റ് പ്രൈസിനകത്തുള്ള ടാക്സിനെ എടുത്തു കളഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്? ഫാക്ടർ കോസ്റ്റ്. സിമ്പിൾ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾ പഠിച്ചു. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങ് കുറച്ച് കളഞ്ഞാൽ എന്ത് കിട്ടും? ഫാക്ടർ കോസ്റ്റ് അങ്ങ് കിട്ടും. ഞാൻ പറഞ്ഞ ചോദ്യം നോക്കിയേ. GDP ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ GDP ഘടക ചെലവ്, അതായത് ഇങ്ങനെ വരും കേട്ടോ. GDP ഫാക്ടർ കോസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ നോക്കിയേ, GDP മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ച ഇക്വേഷനിലോട്ട് നമ്മൾ ചെയ്ത് നോക്കിയേ. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറയണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം, അല്ലെങ്കിൽ അറ്റ പരോക്ഷ നികുതി കുറയ്ക്കണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ മലയാളമാണ് അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ എന്ത് കിട്ടുമെന്ന് പഠിച്ചു. GDP മാർക്കറ്റ് പ്രൈസ് മാറിയിട്ട് എന്തായി? ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസിലെ അറ്റ പരോക്ഷ നികുതി കുറച്ച് കളഞ്ഞു, ഫാക്ടർ കോസ്റ്റ്. ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? GDPയുടെ ഘടക ചിലവ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ്. കിട്ടിയോടാ? അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ അറിയാമെങ്കിൽ, ഒരൊറ്റ ടിപ്പ് അറിയാമെങ്കിൽ ഈ ചോദ്യത്തിന് കിട്ടിയില്ലേ? ഈ 4 പറ്റി നമുക്ക് വല്ല ധാരണയും വേണോ? ഒരു ധാരണയും വേണ്ട. ഇനി നമുക്ക് മുമ്പേ പറഞ്ഞ സംഗതി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ടിപ്പ് 1 ആണ് ഈ കിടക്കുന്നത്. ബി ഓപ്ഷൻ ടിപ്പ് 1 ആണ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മൂല്യത്തകർച്ച കുറച്ചു. മക്കളെ, മൂല്യത്തകർച്ച കുറച്ചാൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ഇവിടെയാണ്, ഗ്രോസിലല്ലേ, മൊത്തയല്ലേ. അപ്പൊ ഇതെന്തായിട്ട് മാറും? NDP ആയിട്ട് മാറും. NDP എന്തായിട്ട് മാറും? മാർക്കറ്റ് പ്രൈസ് ആയിട്ട് മാറും. ശരിയല്ലേ? ടിപ്പ് 1 അപ്ലൈ ആയത് കണ്ടോ? രണ്ടാമത്തെ അടുത്ത് നോക്കിയടാ. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് അറ്റ ഉൽപ്പന്ന നികുതി. ഇങ്ങനൊരു സംഭവം ഇല്ല, വിട്ടുകളഞ്ഞേക്കാം. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് അറ്റ വിദേശ വരുമാനം. ഈ അറ്റ വിദേശ വരുമാനം അടുത്തൊരു ടിപ്പാണ്. ആ ടിപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ തന്നെ നമുക്ക് മൂന്നാമത്തെ ടിപ്പും കൂടെ പഠിക്കാം. മക്കളെ, ഞാൻ ഈ പറഞ്ഞ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇല്ലേ, ഇത് ഇങ്ങനെ തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് മറ്റൊരു 2 സംഗതിയിൽ നിന്ന് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണെന്നറിയാമോ? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുക. നമുക്ക് വേണ്ടത് എല്ലാ ഒഴിവ് കഴിവുകളും കഴിച്ചുള്ളതാണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒഴിവ് കഴിവുകളെല്ലാം കൂടി ചേർന്നതായിരിക്കും. അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കോമൺ. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് ഒഴിവ് കഴിവായിട്ടുള്ള സബ്സിഡി ചിലപ്പോൾ ഗവൺമെന്റ് കൃഷിക്കാർക്കും മറ്റു ഉടമസ്ഥർക്കും ഒക്കെ ചിലപ്പോൾ ചില ഒഴിവ് കഴിവുകൾ അല്ലെങ്കിൽ ചില ഡിഡക്ഷൻസ് കൊടുക്കും. ആ ഡിഡക്ഷൻ ആണ് സബ്സിഡി എന്ന് പറയുക. അങ്ങനെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. മൂന്നാമത്തെ ടിപ്പ് ഇങ്ങനെയും ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് അതുകൂടി ഒന്ന് എന്ത് ചെയ്തേക്കാം, മക്കൾ പഠിച്ചു വെച്ചേക്കാം. കിട്ടിയല്ലോ? അപ്പൊ 2 ടിപ്പ് ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തു. മൂന്നാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ടിപ്പ് പഠിക്കാം. 4ാമത്തെ ടിപ്പ് മക്കളെ, 4ാമത്തെ ടിപ്പ് ഇതാണ്. പഠിച്ചു വെച്ചോടാം മക്കളെ. ഡൊമസ്റ്റിക്കിന്റെ കൂടെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഡൊമസ്റ്റിക്കിന്റെ കൂടെ
NFIA കൂട്ടിയാൽ ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ NFIA കൂട്ടിയാൽ നാഷണൽ കിട്ടും. ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ NFIA കൂട്ടിയാൽ നാഷണൽ കിട്ടും. ഓക്കെ അല്ലേ? ഡൊമസ്റ്റിക്കിൻ്റെ കൂടെ NFIA കൂട്ടിയാൽ നാഷണൽ കിട്ടും. ഞാൻ പറഞ്ഞുതരാം. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം എന്നാണ്. ഡൊമസ്റ്റിക്കിൻ്റെ മലയാളമാണ് ആഭ്യന്തരം. അതായത് ഇന്ത്യക്കകത്തിൽ, ഇന്ത്യയുടെ ബൗണ്ടറിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സകല കാര്യങ്ങളും ഈ ഡൊമസ്റ്റിക്കിനകത്ത് വരും. അടുത്ത നോക്കിയേ NFIA. എടാ, ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രം കൊണ്ട് രാജ്യത്തെ നാഷണൽ ഇൻകം ആകുമോ? ഒരിക്കലുമില്ല. പിന്നെ എന്തു വേണം? പുറത്തു നിന്നുള്ള വരുമാനം കൂടി വേണം. അപ്പൊ പുറത്തു നിന്നുള്ള വരുമാനം കൂടി എവിടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്? ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കുറെ വരുമാനം പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പുറത്തു നിന്നുള്ള വരുമാനം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്നതും ഇന്ത്യയിലേക്ക് വരുന്നതും കൂടിയുള്ള ഒരു ബാലൻസ് വേണ്ടേ? ആ ബാലൻസിനെയാണ് NFIA എന്ന് പറയാം. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അല്ലെങ്കിൽ അറ്റ ഘടക നെറ്റ് ഫാക്ടർ ഇൻകം, അറ്റ ഘടക വരുമാനം, അല്ലെ? വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം എന്ന് മലയാളത്തിൽ പറയാം. വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം. ഇതങ്ങ് കുറച്ചാൽ നാഷണൽ കിട്ടും, അല്ലെങ്കിൽ ദേശീയം കിട്ടും. ഇതാണ് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ദേശീയം കേട്ടോ. പുറത്തു നിന്നുള്ളതും ഇവിടെ നിന്നുള്ളതും എല്ലാം ചേർക്കും. അപ്പൊ ആഭ്യന്തരത്തിന്റെ കൂടെ NFIA കൂട്ടുമ്പോഴാണ്, ആഭ്യന്തരം ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളൂ, പുറത്തു നിന്നുള്ളതും കൂടെ കൂട്ടുമ്പോഴാണ്, NFIA കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നാഷണൽ കിട്ടുക. ഇതേപോലെ തന്നെ തിരിച്ചും നാഷണലിൽ നിന്ന് NFIA കുറച്ചാൽ എന്ത് കിട്ടും? ഡൊമസ്റ്റിക് കിട്ടും. നാലാമത്തെ ടിപ്പ് ചോദ്യത്തിലേക്ക് വന്നേ. GDP അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം പ്ലസ് NFIA, വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് നോക്കിയാടാ, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അപ്പം NFIA കൂട്ടി. NFIA എവിടെയാ വരുന്നത്? രണ്ടാമത്തതിലാണ്, ഡൊമസ്റ്റിക്കിലാണ്, അല്ലെ? ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നാഷണൽ, ഇതിലാണ് എന്ത് വരിക? NFIA അപ്ലൈ ആവുക. അപ്പൊ ഡൊമസ്റ്റിക്കിന്റെ കൂടെ, ഡൊമസ്റ്റിക് ആണ് ഇവിടെ കിടക്കുന്നത്, ഡൊമസ്റ്റിക്കിന്റെ കൂടെ NFIA കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നാ നമ്മൾ പഠിച്ചേ? നാഷണൽ അല്ലെങ്കിൽ ദേശീയം കിട്ടുമെന്നല്ലേ നമ്മൾ പഠിച്ചേ? ദാ കിടക്കുന്നു അറ്റ ദേശീയ ഉൽപ്പന്നം. ഓപ്ഷൻ എ NNP, അല്ലെ? ഓപ്ഷൻ എ എന്താണ്? NNP അല്ല. ഓപ്ഷൻ എ NNP അല്ല. ഓപ്ഷൻ എ NNP അല്ല. പിന്നെ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ്. മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് കേട്ടോ. അറ്റ വരത്തില്ല. കാരണം അറ്റ വരണമായിരുന്നെങ്കിൽ എന്ത് വരണമായിരുന്നു? കമന്റ് ചെയ്യണം കേട്ടോ. അറ്റ വരണമായിരുന്നെങ്കിൽ അവിടെ എന്തും കൂടി വരണമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇങ്ങനെ അല്ല കിടന്നതെന്ന് വിചാരിക്കാം. ഇവിടെ ഇങ്ങനെ അല്ല. GDP ഉണ്ട്, NFIA ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഡിപ്രീസിയേഷൻ കൂടി കുറയ്ക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ എന്തും കൂടി മാറിയേനേയും, ജിയും കൂടെ മാറിയിട്ട് NNP ആയിട്ട് അങ്ങ് മാറിയേനേയും, അല്ലെ? NNP ആയിട്ട് മാറിയേനേയും. പക്ഷെ ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് ശരി. മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് ശരി. കിട്ടിയോ? 4 ടിപ്പ്. 4 ടിപ്പ് ഞാൻ ഇവിടോട്ട് എഴുതാൻ പോവാണേ. ശ്രദ്ധിച്ചങ്ങ് പഠിച്ചോണേ. ഒന്നാമത്തെ ടിപ്പ്, ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് നെറ്റാണ്. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് നെറ്റാണ്. രണ്ടാമത്തത് പഠിച്ചോണേ. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് നെറ്റാണ്. രണ്ടാമത്തെ ടിപ്പ് ഇതാണ് മക്കളെ. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? ഫാക്ടർ കോസ്റ്റ് ആണ്. പഠിച്ചു വെച്ചോണേ. മൂന്നാമത്തെ ടിപ്പ് ഇതാണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടാൻ വേണ്ടി ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ മതി. നാലാമത്തെ ടിപ്പ് ഇതാണ്. ലാസ്റ്റ് ടിപ്പാണ് ഇപ്പൊ എഴുതി വെച്ചേക്കുന്നതാണ്. ഡൊമസ്റ്റിക്കിന്റെ കൂടെ NFIA ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം നാഷണൽ ആയിരിക്കും. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ചോദ്യം കൂടെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വേഗത്തിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അങ്ങ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ചോദ്യം ഞാൻ ഇവിടെ എഴുതിയേക്കാം മക്കളെ. ഒരു കണക്കാണ്. GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5000 ആണ്. GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5000 ആണ്. നമ്മൾ പറഞ്ഞ ടിപ്സ് വെച്ച് വേണം ഈ കാൽക്കുലേഷൻ ചെയ്യാൻ, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അടുത്ത് നോക്കിയേടാ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 500 ആണ്. അടുത്തത് സബ്സിഡി എന്ന് പറയുന്നത് 200 ആണ്. NFIA എന്ന് പറയുന്നത് 1000 ആണ്. NFIA 1000 ആണ്. അടുത്തത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 200 ആണ്. ഇത്രയും കണക്കുകളാണ് തന്നിരിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NNP ഫാക്ടർ കോസ്റ്റ് ആണ്.
ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ കിട്ടേണ്ടത് ആദ്യം എഴുതി NNB ഫാക്ടർ കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിന് ഉത്തരം ചെയ്തു നോക്കാനായിട്ട് ഞാനൊരു 10 സെക്കൻഡ് സമയം തരാം. ഞാൻ 10 സെക്കൻഡ് മിണ്ടാണ്ട് നിൽക്കും. നിങ്ങൾ എന്ത് ചെയ്തേക്ക്, ഇതിന് ഉത്തരം ഒന്ന് ചെയ്ത് ഇട്ടേക്ക്. ഇത്രയും ഞാൻ പറഞ്ഞ 4 ടിപ്പ് അപ്ലൈ ചെയ്ത് ഇടാൻ പറ്റുമോ നോക്ക്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ നോക്കും. ഞാൻ തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള മുഴുവൻ കമൻറ്റുകൾക്കും റിപ്ലൈ തരും. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ആ സംശയം തീർത്തരാം. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കിയിട്ട് 10 സെക്കൻഡ് ഞാൻ തരാം. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാം. NNB ഫാക്ടർ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നേക്കുന്ന എന്താണ്? GDP മാർക്കറ്റ് പ്രൈസ് ആണ്. GDP മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എത്തിക്കാം. ആദ്യം എത്തിക്കാൻ പറ്റുന്നത് ഇതാണ്, ഫാക്ടർ കോസ്റ്റിലേക്ക് മാറ്റുക. ഇവിടെ എന്താ കിടക്കുന്നത്? മാർക്കറ്റ് പ്രൈസ്. അപ്പം മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്തോ പഠിച്ചേ? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലോട്ട് മാറ്റണമെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങ് കുറച്ച് കളഞ്ഞാൽ പോരെ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം. അപ്പം ഞാൻ ചോദ്യത്തിലോട്ട് വന്നപ്പോൾ ഇവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇല്ല, പകരം എന്താ ഉള്ളത്? ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയുമാണ് ഉള്ളത്. അപ്പോൾ ഇത് എത്രാമത്തെ ടിപ്പാണ്? 2ാമത്തെ ടിപ്പാണ്. അപ്പോൾ നമ്മൾ 3ാമത്തെ ടിപ്പ് കൂടെ ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്യണം. എന്തോ 3ാമത്തെ ടിപ്പ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കണം. ശരിയല്ലേ? ഇൻഡയറക്റ്റ് ടാക്സ് എത്രയാണ്? 500. സബ്സിഡി എത്രയാണ്? 200. അപ്പൊ 500-ൽ നിന്ന് 200 കുറച്ചാൽ, 500-ൽ നിന്ന് 200 കുറച്ചാൽ ഉത്തരം എത്രയാണ്? 300 ആണ്. 500-ൽ നിന്ന് 200 കുറച്ചാൽ ഉത്തരം 300 ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തേത് കിട്ടി. 3ാമത്തെ ടിപ്പിൽ നിന്ന് ആദ്യത്തേത് കിട്ടി. എത്രയാണ്? 300 എന്ന് കിട്ടി. 300 എന്ന് കിട്ടി. സംശയമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ 3ാമത്തെ ടിപ്സ് നമ്മൾ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. ഉത്തരം 300 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് 2ാമത്തെ ടിപ്പാണ്. 2ാമത്തെ ടിപ്പിൽ NNB ഫാക്ടർ കോസ്റ്റ് കിട്ടണം. ഇവിടെ GDP മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പൊ GDP മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 500 ആണ്. ശരിയല്ലേ? GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ആണ്. GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 500 ആണ്. അപ്പൊ ഞാൻ 500 അല്ല, 5000 ആണ്. അപ്പൊ ഞാൻ 5000 അങ്ങോട്ട് എഴുതി വെച്ചു. 5000 അങ്ങോട്ട് എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ GA അങ്ങ് മാറ്റാൻ വേണ്ടി നോക്കുകയാണ്. GA മാറ്റിയിട്ട് എനിക്ക് എന്താക്കി മാറ്റണം? N ആക്കി മാറ്റണം, അല്ലെങ്കിൽ നെറ്റ് ആക്കി മാറ്റണം. അതിന് ഇവിടെ ഒരു വഴിയുണ്ട്, ഡിപ്രീസിയേഷൻ. അല്ലേ? ഗ്രോസിൽ നിന്ന് നെറ്റ് കിട്ടാൻ വേണ്ടി ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി എന്നല്ലേ നമ്മൾ 1ാമത്തെ ടിപ്പ് പഠിച്ചേ? അപ്പൊ നമ്മൾ 1ാമത്തെ ടിപ്പ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു. ആ പറയുന്ന GDP മാർക്കറ്റ് പ്രൈസായിട്ട് തന്നിരിക്കുന്ന 5000-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ 200 അങ്ങ് കുറച്ചു. 200 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? NDP കിട്ടി. ശരിയല്ലേ? NDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? NDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയത് 4800. 4800. ഇനി ഇവിടെ ഫാക്ടർ കോസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 300 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? നമ്മൾ അതും കൂടെ അങ്ങ് കുറയ്ക്കുന്നു. NDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടെ അങ്ങ് കുറച്ചു. അപ്പൊ എത്ര കിട്ടിയടാ മക്കളെ? 300 കൂടെ കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4500 കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? NDP ഫാക്ടർ കോസ്റ്റ് ആണ്. ശരിയല്ലേ? NDP ഫാക്ടർ കോസ്റ്റ്. അതായി 300 കൂടെ കുറച്ചു. അപ്പൊ നമുക്ക് 4500 കിട്ടിയില്ലേ? ഇപ്പോഴും NDP ഫാക്ടർ കോസ്റ്റ്. ഇനി എന്ത് വേണം? നാഷണൽ വേണം. ശരിയല്ലേ? നാഷണലിലോട്ട് എത്തണം. അപ്പൊ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കണം. അവിടെ നമ്മൾ 4ാമത്തെ ടിപ്പും അപ്ലൈ ചെയ്യുകയാണ്. 4ാമത്തെ ടിപ്പ് എന്താണ് പറയുന്നത്? NFIA അങ്ങ് കൂട്ടിക്കൊടുത്താൽ മതി. അല്ലേ? ഡൊമസ്റ്റിക്കിന്റെ കൂടെ NFIA കൂട്ടിയാൽ എന്ത് കിട്ടും? നാഷണൽ കിട്ടും. അപ്പൊ NDP ഫാക്ടർ കോസ്റ്റ് പ്ലസ് NFIA അങ്ങ് കൂട്ടിയാൽ, NFIA അങ്ങ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? NNB ഫാക്ടർ കോസ്റ്റ് കിട്ടും. ശരിയാണോ? NNB ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പൊ NDP ഫാക്ടർ കോസ്റ്റ് എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 4500 പ്ലസ് എത്രയാണ്? NFIA 1000 അല്ലേ? 1000 ആണ്. ഉത്തരം എത്രയാണ്? 5500 ആണ് നമ്മുടെ ഉത്തരം. അതായത് NNB ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5500 കിട്ടി. സിമ്പിൾ ആണോ? വേറെ ഏതെങ്കിലും ഇക്വേഷൻ പഠിക്കണോ? വേണ്ട. ഈ 4 ഇക്വേഷൻ അറിയാമെങ്കിൽ ആ 4 ഇക്വേഷനും അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഇത്രയും കാൽക്കുലേഷൻ ചെയ്യണ്ടേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഇത്രയും കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട. സിമ്പിൾ പരിപാടിയുണ്ട്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാൽക്കുലേഷൻ ചെയ്തത്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും ഒരു കാൽക്കുലേഷൻ്റെയും ആവശ്യമില്ല. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കേട്ടോണേ. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞത് NNB ഫാക്ടർ കോസ്റ്റ് അല്ലേ? NNB ഫാക്ടർ കോസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം GDP മാർക്കറ്റ് പ്രൈസ് എഴുതി വെച്ചു. 5000 ആണ്. GDP മാർക്കറ്റ് പ്രൈസ് 5000 ആണ്.
ഇതിൽ നിന്ന് നമുക്കറിയാം ഡിപ്രീസിയേഷൻ കുറച്ചാൽ നാഷണൽ ആകും. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ 200 കുറയ്ക്കണമല്ലോ, കുറയ്ക്കണം. അടുത്ത് നോക്കിയേ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ആകാൻ വേണ്ടി NFI കൂട്ടണമെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ 1000 രൂപ കൂട്ടണമല്ലോ, 1000 കൂട്ടണം. അതും അങ്ങോട്ട് എഴുതി വെച്ചു. ടിപ്പ് 4 അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവിടെ കിടക്കുന്ന ടിപ്പ് 3യുടെ കാര്യമാണ്, ഇൻഡയറക്ട് ടാക്സും സബ്സിഡിയും. അത് രണ്ടും കൂടെ ഇവിടെ തന്നെ കുറച്ചപ്പോൾ നമുക്ക് 300 കിട്ടി. ഈ 300 ടിപ്പ് 2 വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ടിപ്പ് 2 വെച്ചിട്ട് അതും അങ്ങ് കുറച്ച് കളയണം. അപ്പൊ ആ 300 കൂടെ കുറയ്ക്കണമല്ലോ. അപ്പൊ ഗ്രാൻഡ് ടോട്ടൽ ഇതാ ഇങ്ങനെ കിട്ടിയില്ലേ? 5000-ൽ നിന്ന് 200 പോയി, 4800 പ്ലസ് 1000, 5800 പ്ലസ് -300, 5500. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ടിപ്പ് 4 വരെ നമ്മൾ പഠിച്ചു. അപ്പൊ 4 ടിപ്പ് പഠിച്ചിട്ടുണ്ട്. ആ 4 ടിപ്പ് മക്കളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 5ാമത്തെ ടിപ്പ് ഒരു കോഡാണ്. ആ കോഡും കൂടെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 5 ടിപ്പുകളും പഠിക്കും. താഴെ പറയുന്നവയിൽ ചരക്ക് സേവന നികുതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാം. വിനോദ നികുതി, സേവന നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി. ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ GSTയിൽ 2017 ജൂലൈ മാസം 1-ാം തീയതി നിലവിൽ വന്ന 2017 ജൂലൈ മാസം 1-ാം തീയതി നിലവിൽ വന്ന GSTയിൽ ഈ കിടക്കുന്നതിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടതെന്നാണ് ഞാനൊരു കഥ പറഞ്ഞു തരാം. ആ കഥ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. മക്കളെ, കഥ ഇതാണ്. ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഈ സൈഡിൽ ഒരു പരസ്യം കണ്ടു. ഓക്കെ, ഈ സൈഡിൽ ഒരു പരസ്യം കണ്ടു. ആ പരസ്യത്തിൽ കിടപ്പുണ്ട് 10% കുപ്പിക്ക് ഓഫ് ഉണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? സൈഡിൽ കണ്ട ഒരു ബാറിലോട്ട് പ്രവേശിച്ചു. അയാൾ ബാറിലോട്ട് പ്രവേശിച്ചതിന് ശേഷം ഒരു കുപ്പി ഓർഡർ ചെയ്തു. ആ കുപ്പി സെയിൽ ചെയ്തപ്പോൾ അവിടെ ഒരാൾ സെയിൽ ചെയ്യാനുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? സെയിൽ ചെയ്തപ്പോൾ ഈ പുള്ളി പർച്ചേസ് ചെയ്തു. ഓക്കെ, മറ്റേ പുള്ളി സെയിൽ ചെയ്തപ്പോൾ ഈ പുള്ളി പർച്ചേസ് ചെയ്തു. ഓക്കെ, പർച്ചേസ് ഒക്കെ ചെയ്ത് ആ കുപ്പി വാങ്ങിച്ച് നല്ല അടിയൊക്കെ അടിച്ച് നന്നായിട്ട് വീശി കിക്കൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു എന്റർടൈൻമെന്റ് വേണമെന്ന് തോന്നി. ആ എന്റർടൈൻമെന്റിന് വേണ്ടി അയാൾ കുറച്ച് ലോട്ടറി എടുത്തു, കുറച്ച് ചൂതാട്ടവും കളിച്ചു. ഓക്കെ, കുറച്ച് ഗാംബ്ലിങ്ങും ചെയ്തു, ചൂതാട്ടം. ഓക്കെ, അപ്പം ലോട്ടറി എടുത്തു, ചൂതാട്ടം നടത്തി. അങ്ങനെ ലോട്ടറി എടുത്ത് ചൂതാട്ടം നടത്തി അയാൾ ഭയങ്കര കിക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് തോന്നി. എന്നിട്ട് അവിടെ മുഴുവൻ അങ്ങ് അടിച്ചു നിരത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആര് വന്നു? എക്സൈസുകാർ വന്നിട്ട് അയാൾക്ക് സെസ്സും സർചാർജും അടിച്ചു കൊടുത്തു. ക്ലിയർ ആണോ? അപ്പം നടന്നു പോയിക്കൊണ്ടിരുന്ന സൈഡിൽ പരസ്യം കണ്ടപ്പോൾ അതിൽ 10% ഓഫ് ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു? നേരെ ബാറിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അയാൾ പർച്ചേസ് ചെയ്തു, മറ്റേയാൾ സെയിൽ ചെയ്തു. അയാൾ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റർടൈൻമെന്റ് വേണമെന്ന് തോന്നി, ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ എടുത്തു. അതിനുശേഷം അയാൾ കുറച്ച് ലക്ഷൂറിയസ് ആയിട്ട് തോന്നി, അവിടെ ഉള്ളതെല്ലാം അടിച്ചു നിരത്തി. അപ്പോൾ എക്സൈസുകാർ വന്നു, സെസ്സും സർചാർജും അടിച്ചു കൊടുത്തു. എത്ര സിമ്പിളാണ് കഥ, മനോഹരമല്ലേ കഥ? അപ്പം ഇതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാം? GSTയിലേക്ക് സബ്സ്യൂം ചെയ്ത ടാക്സുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് പരസ്യ നികുതി. 2 പ്രവേശന നികുതി, എൻട്രൻസ് ടാക്സ്. സെയിൽസ് ടാക്സ്, പർച്ചേസ് ടാക്സ്. എന്റർടൈൻമെന്റ് ടാക്സ്, ലോട്ടറി, ചൂതാട്ടം, ഇവയുടെ ടാക്സ്. ലക്ഷൂറിയസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, സെസ് ആൻഡ് സർചാർജ്. ക്ലിയർ അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 GSTയിലേക്ക് കൂട്ടിച്ചേർത്ത 10 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 10 എണ്ണവും ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ കഥ ഓർത്ത് വെച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞു എന്റർടൈൻമെന്റ് ടാക്സ് വിനോദ നികുതി, സെയിൽസ് ടാക്സ് സേവന നികുതി, സർവീസസ് ടാക്സ് ഇതിന് വരും. കാരണം ഇതെല്ലാം ഒരു സേവനമല്ലേ, സർവീസ് അല്ലേ? അപ്പൊ സർവീസസ് ടാക്സ്, ആഡംബര നികുതി അതാണ് ലക്ഷൂറിയസ് ടാക്സ്, ദെൻ പരസ്യ നികുതി. ഇത് 4 എന്ത് ചെയ്യും വരും? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. അടിപൊളിയായിട്ടില്ലേ മക്കളത്? ഇതേപോലെയുള്ള ഓരോരോ കോഡുകൾ വെച്ച് നമ്മുടെ ഓരോ ബാച്ചിലെയും ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ സ്ക്വാഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചാണ്. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 18-ാം തീയതിയാണ്. ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, SPCRD സബ് ഇൻസ്പെക്ടർ, ഈ പറയുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള ബാച്ചാണ്. അപ്പം ഇതിൻ്റെയൊക്കെ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് ഇത്രയും ബാച്ച്, ഏതാണ്ട് 5ഓളം ബാച്ചുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാം. 4000 മൊത്തത്തിൽ അതിൻ്റെ റേറ്റ് 5999 രൂപയാണ്. 4999 രൂപയ്ക്കാണ് അത് നമ്മൾ കൊടുക്കുക.
ഇപ്പോൾ അതിന് 10% കൂടി എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 4499 രൂപയ്ക്ക് കിട്ടും. 5999 രൂപയുടെ ബാച്ചിന് ഇപ്പോൾ വെറും 4499 രൂപ മാത്രമേ ഉള്ളൂ. നേരെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോവുക, സൂപ്പർ നോട്ട്സ് സെലക്ട് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് പോകുമ്പോൾ താഴെ സ്റ്റോർ എന്ന് കാണാൻ കഴിയും. സ്റ്റോറിൽ കയറിയതിന് ശേഷം സ്കോഡ് ബാച്ച് സെലക്ട് ചെയ്യാം. അവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടാവും, സ്കോഡ് 10 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂപ്പൺ കോഡ് ഉണ്ടാവും. ആ കൂപ്പൺ കോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ 4499 എന്ന് പ്രൈസ് വരും. ധൈര്യമായിട്ട് കയറി പർച്ചേസ് ചെയ്തോ. നല്ല അടിപൊളി ക്ലാസ്സുകളും നല്ല കിടിലൻ നോട്ടുകളും ടെസ്റ്റുകളുമാണ്. അതൊക്കെ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഡെമോ കണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്തോടാം. അല്ല എങ്കിൽ ഈ നമ്പർ വിളിച്ചാൽ മതി, 8281223366. ഏതാണ്? 8281223366 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.